നമസ്കാരം, ഞാൻ ലക്ഷ്മി. നമ്മൾ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായാലും ഉണ്ടാക്കി കൊടുത്താൽ ഇടയ്ക്കെങ്കിലും അവർ പറയും എനിക്ക് വേണ്ട, വിശക്കണില്ല. നമുക്കായെങ്കിലും ഇടയ്ക്ക് ഒരു വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ഫുഡൊന്നും കഴിക്കാൻ തോന്നാത്ത അവസ്ഥ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ അപ്പറ്റൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ അപ്പറ്റൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ചെയ്യുന്നത് ഒരു ചട്നി അല്ലെങ്കിൽ ചമ്മന്തിയാണെന്ന് പറയാം. ഇത് നമുക്ക് ചോറിലോ ഇഡ്ലിയുടെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയോ ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പേരാണ് ചങ്ങലം പരണ്ട. ഇത് ചങ്ങല പോലെയാണ് ഇരിക്കണേ, അതുകൊണ്ടാണ് ഇനി അങ്ങനെ ഒരു പേര് കിട്ടിയത്. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആയുർവേദ കടകളിൽ ചോദിച്ചാൽ വാങ്ങാൻ കിട്ടുന്നുണ്ടാവും. കാരണം ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ യൂസ് ചെയ്യുന്ന ഒരു സസ്യമാണ് ഈ ചങ്ങലം പരണ്ട. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ചട്നി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് കഴിക്കുന്നത് കൊണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചങ്ങലം പരണ്ട അല്ലെങ്കിൽ പരണ്ട്. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ ഇത് എല്ലാ പച്ചക്കറി കടകളിലും വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു കെട്ടായിട്ടാണ് കിട്ടുക. ഇതിപ്പോൾ ഞാൻ 15 രൂപയ്ക്കാണ് ഈ ഒരു കെട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 2-3 പ്രാവശ്യം ചട്നി അരയ്ക്കാനുള്ളത് ഉണ്ടാവും. ചെറിയ ഫാമിലി ആണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് അഴിച്ചെടുക്കാം. എന്നിട്ട് ഇത് കഴുകിയെടുക്കണം. ഇത് കയ്യിലോ നമ്മുടെ സ്കിന്നിലൊക്കെ കൊണ്ടാൽ ചൊറിയും. അപ്പം അതുകൊണ്ട് കഴുകിയെടുത്തിട്ട് വേണം നുറുക്കാനായിട്ട്. നുറുക്കിയിട്ട് കഴുകിയെടുത്താൽ എന്തായാലും ചൊറിയും. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ കഴുകി തുടച്ചൊക്കെ വെച്ചു. അപ്പോൾ പരണ്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു ചങ്ങല പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ചങ്ങലം പരണ്ട് എന്നുള്ള പേര് വന്നതെന്നാണ് പറയണേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ജോയിൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ തണ്ടാണ് നമ്മൾ ചട്നി ആക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇലകളൊന്നും നമ്മളിതിൽ ഉപയോഗിക്കാനില്ല. ഇലകളും ഔഷധ ഗുണങ്ങൾ തന്നെയാണെന്നാണ് പറയണേ. പക്ഷേ ഈ ചട്നിക്ക് വേണ്ടി നമ്മൾ ഇലകൾ ഉപയോഗിക്കാനില്ല. അപ്പോൾ ഇത് നമ്മൾ നുറുക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കൈ ചൊറിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എണ്ണ തേക്കണം. കയ്യിൽ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ കയ്യിലൊന്ന് നന്നായി തേച്ച് പിടിപ്പിക്കണം. അതിന് ശേഷം വേണം നമ്മളിത് നുറുക്കാനായിട്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഓരോ ജോയിൻസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ഈ ലൈൻസ് കാണും. അപ്പോൾ ഈ ലൈൻസ് കാണുന്നിടത്ത് മാത്രം ജസ്റ്റ് ഒന്ന് അവിടുത്തെ ആ തൊലി ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഫുള്ളായിട്ട് തൊലി കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പം ഞാനിവിടെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് അറിയുന്നത്. നമ്മുടെ കുട്ടികൾ ഒരു വയസ്സൊക്കെ കഴിയുമ്പോൾ കുറച്ചൊരു ഫുഡ് കഴിക്കാനുള്ള ഒരു മടി കാണിക്കും. എന്ത് കൊടുത്താലും കഴിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ മോന് ഇതുപോലെ ഇത് ചട്നി ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൊടുത്തു നോക്കി. അങ്ങനെ കൊടുത്തു നോക്കിയപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വാങ്ങി ചട്നിയൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. വീട്ടിലെല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ എല്ലാവരുടെയും ആപ്പറ്റൈറ്റ് കൂടും. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും വയറിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ് ഈ ഒരു ചട്നി കഴിക്കുന്നത്. അപ്പോൾ ആയുർവേദ കടകളിൽ ചോദിച്ചാൽ നാട്ടിൽ കിട്ടുന്നുണ്ടാവും എന്നാണ് വിചാരിക്കണേ. വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല ഞാൻ. പണ്ടൊക്കെ ഇത് നന്നായിട്ട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് പറയണേ. ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം എണ്ണയിൽ. അതിന് ശേഷം വേണം നമ്മൾ ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആദ്യം ഞാനൊരു പാൻ വെച്ചു. ഇനി അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുക. അപ്പോൾ നല്ലെണ്ണ ചേർത്തു. ഇനി ഇതിലേക്ക് പരണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ നല്ല പച്ച കളറുണ്ടല്ലോ, ഈ കളറൊന്ന് മാറി ലൈറ്റ് ഇത്തിരി ഡള്ളായിട്ടുള്ള കളറാവും. അപ്പോൾ വേണം നമുക്കിത് ഈ പാനിന്ന് മാറ്റാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തില്ലെങ്കിൽ നമുക്കിത് കഴിക്കുമ്പോൾ, നമ്മൾ ഇടയ്ക്ക് പൈനാപ്പിളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ട ഒരു ചൊറിയണ ഒരു ഫീല് വരില്ലേ, അതുമാതിരി വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ല പച്ചക്കളറ് മാറി കിട്ടി. അപ്പോൾ ഇത് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം, ഈ ചട്നി ഉണ്ടാക്കാനുള്ളത്. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ ചേർത്തു. അടുത്തതായിട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് ആദ്യം. അപ്പോൾ കടുക് ചേർത്ത് കൊടുത്തു. ഇനി ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ ഉഴുന്നാണ് ചേർക്കണേ. നിങ്ങളുടെ എടുത്ത പെരണ്ടിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് തീരുമാനിക്കാം. അപ്പോൾ 2 ടീസ്പൂൺ മുഴുവനോടുള്ള ഉഴുന്ന് ചേർത്തു. ഇത് നന്നായിട്ട് ഉഴുന്നൊന്ന് കളർ മാറി വരണം. ഇനി ഇതിലേക്ക് 2 നുള്ള് കായം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉള്ളിയാണ്, ചുവന്നുള്ളി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ 2 പിടി ഉള്ളിയാണ് നന്നാക്കി എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉള്ളി ഒന്ന് ചുവന്ന് വരണം ചെറുതായിട്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് മിളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 മിളകാണ് എടുത്തിരിക്കണേ. ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളിയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പുളി ചേർക്കാനാണ്. കാരണം പുളി ചേർത്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ടയിൽ ആ ഒരു ചൊറിയുന്ന പോലത്തെ ഫീലിംഗ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പെരണ്ട് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴും അതിൻ്റെ കൂടെ പുളി ചേർക്കാറുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ചുവന്ന് വരണമെല്ലാം. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ് ഈ പെരണ്ട് കഴിക്കുന്നത്. അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. ആയുർവേദത്തിൽ ഇത് എല്ലുമായി സംബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ഈ പെരണ്ട് അല്ലെങ്കിൽ ചങ്ങലം പെരണ്ട കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലിന് വല്ല പൊട്ടലോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പെരണ്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ചട്നി നല്ല എണ്ണയിൽ ചെയ്തെടുത്താൽ നമുക്കിത് ഒരു 2-3 ദിവസം വരെ കേടാവാതെ ഇരുന്നോളും. ഫ്രിഡ്ജിലേനും വെച്ചാൽ 2-3 ദിവസം വരെ കേടാവാതെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ച് ഈ ചട്നി ഉണ്ടാക്കിയെടുക്കുക. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഫുഡിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം വേണം നമുക്കിതെല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതൊന്ന് നന്നായി ചൂടാറി വരട്ടെ. ഇപ്പോൾ ഇത് ചെറുതായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് മാറ്റാം. കരണ്ട് നമ്മൾ വറുത്ത് വെച്ചത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി എല്ലാം ചേർക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ പൊതുവേ എല്ലാ ചട്നിയിലും നാളികേരം ഇടണവരാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ നാളികേരം കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തു ഞാൻ മിക്സിയിൽ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കേ വേണ്ടൂ. അപ്പോൾ അതിലേക്ക് ഞാൻ കടുകും കറിവേപ്പിലയും മുളകും കൂടി ഒന്ന് താളിച്ചെടുത്തു. ഇനി അത് നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ചങ്ങനം വരണ്ട് വെച്ചിട്ടുള്ള ചട്നി. അപ്പോൾ
നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ കണ്ടില്ലേ ചങ്ങലമരണ്ട വെച്ച് ഉണ്ടാക്കുന്ന ചമ്മന്തി. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഇതൊക്കെ ഒന്ന് വീട്ടിലെല്ലാവർക്കും ഒന്ന് കൊടുക്കൂ. എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ്. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.